രാമായണ മാസത്തിൽ നാലമ്പല ദർശനത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം. ഭാരതപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പുണ്യം തേടി ഒട്ടേറെ ഭക്തരാണ് എത്തുന്നത്. സംഗമേശ്വരന്റെ മണ്ണിലേക്ക്. ഭാരതത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ അംശാവതാരവും ശ്രീരാമന്റെ സഹോദരനുമായ ഭരതന്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. രാമായണ മാസത്തിലെ നാലമ്പല ദർശനത്തിൽ രണ്ടാമത്തെ ക്ഷേത്രമാണിത്. നിരവധി ഭക്തജനങ്ങളാണ് സംഗമേശ്വരന്റെ പുണ്യം തേടി ഇങ്ങോട്ടേക്കെത്തുന്നത്. തൃശൂരിൽ നിന്ന് 21 കിലോമീറ്റർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഇരിങ്ങാലക്കുട നഗരം കേന്ദ്രമായാണ് കൂടൽമാണിക്യം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാമായണ മാസക്കാലത്ത് നാലമ്പല ദർശനത്തിനെത്തുന്ന ഭക്തർ തൃപ്രയാർ ശ്രീരാമസ്വാമിയെ ദർശിച്ച ശേഷം സംഗമേശ്വരനെ കാണാൻ ഇങ്ങോട്ടേക്കെത്തും. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ മറ്റു ക്ഷേത്രങ്ങളെപ്പോലെ ഉപദേവതാ പ്രതിഷ്ഠകളില്ല. 10 ഏക്കർ സമചതുരമായ സ്ഥലത്താണ് ക്ഷേത്രമുള്ളത്. 2 നില വട്ട ശ്രീകോവിൽ, 2 നാലമ്പലമുണ്ട്. അംശാവതാരമായതുകൊണ്ട് പൂജ വിഷ്ണുവിനാണെങ്കിലും നാലമ്പലത്തിൽ ശിവക്ഷേത്രങ്ങളിലേതുപോലെ അപൂർണ പ്രദക്ഷിണമാണ്. ഇവിടുത്തെ പൂജാരീതികളും വ്യത്യസ്തമാണ്. മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ 5 പൂജയും 3 ശ്രീബലിയും ഇവിടെയില്ല. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ പൂജകൾ നടത്തുന്നു. എതിരേറ്റ് പൂജയും പന്തിരടിയും ഇല്ല. എഴുന്നള്ളിക്കുന്നത് ഉത്സവകാലങ്ങളിൽ മാത്രമാണ്. തുലാമാസത്തിലെ തിരുവോണനാളിൽ തൃപ്പുത്തിരി ദിവസം മാത്രം പൂത്തിരിപ്പൂജ കൂടിയുണ്ടാവും. ക്ഷേത്രത്തിൽ തെച്ചി, തുളസി മുതലായ പൂജാപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിലും തെച്ചിയും തുളസിയും ക്ഷേത്രത്തിൽ വളരുന്നില്ല. കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ നാലമ്പല ദർശനത്തിനായുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നേരത്തെ പൂർത്തിയാകും. ക്ഷേത്രത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ശ്രീരാമസ്വാമിയുടെ സഹോദരനാണല്ലോ ഭരതസ്വാമി. അപ്പോൾ ശ്രീരാമസ്വാമി അദ്ദേഹം രാജഭരണം നടത്തുന്ന സമയത്ത്, വനവാസത്തിന് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പാദുകം ഭരതസ്വാമി സൂക്ഷിച്ചു വെച്ച് ആ പാദുകത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അത് ശ്രീരാമനാണ് എന്ന് ആദരിച്ചുകൊണ്ടാണ് ഈ ശ്രീരാമസ്വാമി രാജാവില്ലാത്ത സമയത്ത് ഈ ഭരതസ്വാമി ഈ രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹം ആർഭാടമായിട്ടുള്ള രീതിയിലൊന്നുമല്ല, വളരെ ലളിതമായ രീതിയിൽ എല്ലാ ഭക്തജനങ്ങൾക്കും ആ രാജ്യത്തിലെ പ്രജകൾക്കും വളരെയധികം സന്തോഷപരമായ രീതിയിലും ന്യായമായ രീതിയിലും ഭരണം നടത്തിയിരുന്ന ഒരു രാജാവായിരുന്നു ഭരതസ്വാമി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ വരാനിടയായിട്ടുണ്ടെന്നും അതുപോലെ ഇവിടെ താമസിക്കുന്നതിനും ഇടയായിട്ടുണ്ടെന്നും അതിൻ്റെ ഒരു ചരിത്ര സ്മാരകമായിട്ടാണ് ഇവിടെ ഈ ഭരതക്ഷേത്രം തന്നെ ഉത്ഭവിച്ചതെന്നും എന്നാണ് ഐതിഹ്യവും ചരിത്രം പറയപ്പെടുന്നത്. എല്ലാം ശ്രീരാമചന്ദ്ര ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് പാദുകങ്ങൾ സേവിച്ച് തപസ് അനുഷ്ഠിക്കുന്ന ഭാവത്തിൽ ശംഖും ചക്രവും കോദണ്ഡവും അഭയമുദ്രയും ധരിച്ച് ഒരാൾ പൊക്കത്തിലുള്ളതാണ് ഭരതന്റെ പ്രതിഷ്ഠ. 6 തന്ത്രിമാരുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് കൂടൽമാണിക്യം. പുറപ്പെടാശാന്തിയാണ് ഇവിടെയുള്ളത്. താമരമാലയും വഴുതനങ്ങ നിവേദ്യവും മീനൂട്ടലുമൊക്കെ ഇവിടെ പ്രധാന ചടങ്ങുകളാണ്. താമരപ്പൂമാല ഭഗവാന് കൂടുതൽ പ്രിയമാണ്. താമരമാല ചാർത്തി പ്രാർത്ഥിച്ചാൽ സകല വിഘ്നങ്ങളും മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ഉപദേവതകളില്ലെങ്കിലും തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയുമുണ്ടെന്നാണ് സങ്കല്പം.
താമരയും തെച്ചിയും തുളസിയും മാത്രമേ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉപയോഗിക്കുകയുള്ളൂ. തിടപ്പള്ളിയിൽ അവിലും പൂവൻപഴവും നേദ്യമുണ്ട്. ദുർഗയ്ക്കും ഭദ്രകാളിക്കും ഉത്സവകാലത്ത് മാത്രമാണ് നേദ്യമുള്ളത്. നളചരിതം ആട്ടക്കഥയിലൂടെ കേരള ഭാഷാ സാഹിത്യത്തിൽ അനശ്വര പ്രതിഷ്ഠ നേടിയ ഉണ്ണായി വാര്യർ കൂടൽമാണിക്യസ്വാമിയുടെ ഒരു ഉത്തമ ഭക്തനായിരുന്നു. ശ്രീരാമ പഞ്ചശതി എന്ന സ്തോത്രകാവ്യം അദ്ദേഹം ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ട്. ഇവിടേക്കെത്തുമ്പോൾ ഒരു പുത്തൻ ഉണർവുണ്ടാകുമെന്ന് ഭക്തർ പറയുന്നു. ക്ഷേത്രത്തിലെ കവാടത്തിനരികിൽ പുതുതായുള്ള ചുമർ ചിത്രങ്ങളും അതിമനോഹരമാണ്. ഏറെ പ്രത്യേകതകളുള്ള സംഗമേശ്വരന്റെ സന്നിധിയിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. പുരാതന കാലത്ത് ഇത് ഒരു ജൈന ക്ഷേത്രമായിരുന്നു എന്നും പറയപ്പെടുന്നു. കൂടൽമാണിക്യം എന്ന പേരിൽ പല ഐതിഹ്യങ്ങളുമുണ്ട്. ജൈന സന്യാസിമാരെ മാണിക്യൻ എന്ന സംജ്ഞ ചേർത്ത് വിളിച്ചിരുന്നു. കൂടൽ എന്നത് പണ്ടുകാലത്ത് 2 നദികൾ സംഗമിച്ചിരുന്നിടമായതിനാൽ വന്നതാകാം എന്നും കരുതുന്നു. ഒപ്പം മാണിക്യക്കല്ല് വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ളതായും പറയപ്പെടുന്നു. ക്ഷേത്രത്തിനു ചുറ്റും 4 വലിയ കുളങ്ങളുണ്ട്. ക്ഷേത്രത്തിനുള്ളിലെ ഈ കുളം കുലീപനി തീർത്ഥം എന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്ക് മാത്രമേ ഇതിലെ ജലം ഉപയോഗിക്കുകയുള്ളൂ. ക്ഷേത്രത്തിനുള്ളിൽ മറ്റു മഹാക്ഷേത്രങ്ങളെപ്പോലെ കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമായ ഒരു കൂത്തമ്പലം ക്ഷേത്രതുല്യ പവിത്രതയോടെ നിലകൊള്ളുന്നുണ്ട്. ഭരതൻ ആഡംബരപ്രിയനല്ല. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും ഉത്തമ പ്രതീകമാണ്. ഈ രാമായണ മാസത്തിൽ പുണ്യം തേടി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്കെത്തുമ്പോൾ കൂടൽമാണിക്യത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞ് ഭരതനുണ്ടാകും. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ കോതച്ചൂർക്കൊപ്പം എം മനോജ്, ജനം, തൃശൂർ.